നമസ്കാരം. UDFന്റെ സതീശൻ നയിച്ച പുതുയുഗ യാത്ര അത് വിജയകരമായിരുന്നു. അത് UDFന് ഗുണം ചെയ്യുമോ? ഈ പുതുയുഗ യാത്രയുടെ സമാപന ചടങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ബുദ്ധിപൂർവം മുക്കിയത്? ബ്രിട്ടാസ് രാഹുൽ ഗാന്ധിയെ പഞ്ഞിക്കിട്ടത് എന്തുകൊണ്ട് പ്രധാന ഹെഡ്ലൈൻ ആയില്ല? പറവൂരിൽ പ്രതിപക്ഷ നേതാവിന് ഭീഷണിയായി മറ്റൊരു കോൺഗ്രസ് നേതാവ് കളത്തിലിറങ്ങിയ വാർത്ത എന്തുകൊണ്ട് ചർച്ചയ്ക്കെടുക്കുന്നില്ല? വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. പുതുയുഗ യാത്ര സമാപന സമ്മേളനം ചളമാക്കി കുളമാക്കി വേദിയിൽ കോൺഗ്രസ് നേതാക്കളുടെ അനൈക്യത്തെ വിമർശിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയ വാർത്ത വലതുപക്ഷ മാധ്യമങ്ങൾ മനഃപൂർവ്വം മുക്കി. അല്ലെങ്കിലും പുതുയുഗ യാത്ര തുടങ്ങി സമാപിക്കുന്നത് വരെ ഇവർക്കിടയിലുള്ള പലതും മറച്ചു പിടിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ ബുദ്ധിപൂർവ്വം ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പരാജയപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഷാഫി പറമ്പില് സംസാരിക്കാൻ മൈക്ക് കിട്ടാതായപ്പോൾ അടിപിടി കൂടിയ കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ നിരവധി ഇവരുടെ അകത്തുള്ള അനൈക്യങ്ങൾ കണ്ട ഒരു യാത്രയായിരുന്നു ഈ അടിപിടി യാത്ര എന്ന് പറയാതെ വയ്യ. സംഘനൃത്തം നടക്കുമ്പോൾ ഒറ്റയ്ക്ക് കളിച്ചാൽ അത് പരിഹാസ്യമാകുമെന്നും കേരളത്തിൽ വേണ്ടത് ഒറ്റക്കെട്ടായ സംഘനൃത്തമാണെന്നുമാണ് രാഹുൽ ഗാന്ധി ആ പരിപാടിയിൽ, അതായത് ആ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് പറഞ്ഞത്. അതായത് ഒരു ഐക്യവുമില്ല, എല്ലാവരും പല വഴിയിലാണ് എന്ന് രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞതിന്റെ പേരിൽ തന്നോട് നേതാക്കൾക്ക് ദയവായി അനിഷ്ടം തോന്നരുതെന്നും രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിനിടയിൽ എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ട്? വിമർശനം ഉന്നയിച്ചാൽ സ്വന്തം പാർട്ടിയിലെ മാങ്കൂട്ടങ്ങൾ തേച്ചൊട്ടിച്ച് രാഹുലിനെ ഭിത്തിയിൽ കയറ്റുമെന്ന് നന്നായി രാഹുൽ ഗാന്ധിക്ക് അറിയാം. രാഹുൽ ഗാന്ധിയാണ്, ആനയാണ്, ചേനയാണ് എന്നൊന്നും നോക്കില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ മാങ്കൂട്ടം ആർമികളെ ഭയന്ന് രാഹുലിന് അങ്ങനെ പറയേണ്ടി വന്നത്. അത്തരം മാങ്കൂട്ടങ്ങളുടെ പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുള്ളവരാണല്ലോ രമേശ് ചെന്നിത്തല, VD സതീശൻ, അങ്ങനെ പോകുന്നു. PJ കുര്യൻ വരെ പോകുന്നു ആ ലിസ്റ്റ്. ഇതിനിടയിൽ മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിച്ചത് ഞാൻ പറഞ്ഞ ഈ വാർത്തകൾ ഒന്നുമല്ലെങ്കിലും വലതുപക്ഷ മാധ്യമങ്ങൾ രാഹുലിന്റെ ഗംഭീര തള്ളുകളാണ്, ചില വാഗ്ദാനങ്ങളാണ് വലിയ ഹെഡ്ലൈനുകളായി കൊടുത്തത്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കും എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പ്രഖ്യാപനം. ഇതുമായി ബന്ധപ്പെട്ട് പല റീലുകളും ഒക്കെ ഈ UDFന്റെ ചില നേതാക്കളും യൂത്ത് കോൺഗ്രസിന്റെ ചില പിള്ളേരും ഒക്കെ ചെയ്യുന്നത് കണ്ടു. ചേച്ചി അറിഞ്ഞില്ലേ, സൗജന്യ ബസ് യാത്ര ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ ബസ്സിലിരുന്ന ചേച്ചിമാർ ചിരിക്കുന്നത് കാണാം. കാരണം അവർ അത്രയേ അതിനെ കണ്ടിട്ടുള്ളൂ. കോളേജ് പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ കൊടുക്കും അത്രേ. ക്ഷേമ പെൻഷൻ 3000 രൂപ നൽകും എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഇതേ രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേമ പെൻഷൻ 6000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് 3000 കുറച്ച് 3000 ആക്കിയിരിക്കുന്നു. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തും എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ ചെറുപ്പക്കാർക്ക് നൽകും എന്ന് പറയുന്നുണ്ട്. മുതിർന്നവർക്കായി പ്രത്യേക മന്ത്രാലയം തുടങ്ങി 5 പദ്ധതികൾ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമാണ് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തത്. സത്യം പറഞ്ഞ പ്രഖ്യാപനങ്ങൾ നടത്താൻ നമ്മുടെ കോൺഗ്രസിനെ കഴിഞ്ഞ് ആളുകളുള്ളൂ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പറയുന്ന ഒരു പ്രഖ്യാപനവും നടപ്പിലാക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ വയനാട് ആ ദുരന്ത ബാധിതരുടെ കേസിൽ പോലും കണ്ടു. ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ മനോരമയ്ക്ക് തന്നെ ഗത്യന്തരമില്ലാത്തൊരു വാർത്ത കൊടുക്കേണ്ടി വന്നു. അതായത് വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഞങ്ങളിപ്പോ വീട് പണിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തറക്കല്ലിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവിടെ വന്നിട്ട് പോയത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അവസാനം അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവിടെ പരിപാടി നടന്നതിന്റെ അവശിഷ്ടങ്ങളും വേസ്റ്റുകളും ഒക്കെ അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഒരു കാഴ്ച മനോരമയ്ക്ക് പുറത്തുവിടേണ്ടി വന്നു. അപ്പൊ മനോരമ പറയുന്നു അങ്ങോട്ടേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നു പോയതിൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കോൺഗ്രസ് പ്രവർത്തകർ എന്ന് കൂടി പറയേണ്ടി വന്നു. അല്ലെങ്കിലും എന്ത് ദുരന്തം നടന്നാലും ആ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാം എന്ന് മാത്രമാണല്ലോ കോൺഗ്രസ്സുകാരുടെ ചിന്ത. അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കുന്നത് പറയുകയോ ചെയ്ത് ശീലമില്ലാത്ത ഇവർ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. UDFന്റെ ഭരണകാലത്ത് 21 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കൊടുത്തിരുന്നത്. അതും കറക്റ്റായിട്ട് UDFന്റെ സർക്കാർ കൊടുത്തിരുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ 18 മാസം കുടിശ്ശികയൊക്കെ വരുത്തി ഈ പെൻഷൻ മേടിക്കുന്ന ആളുകളെ അവതാളത്തിലാക്കിയിട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ ഭരണ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശേഷം അധികാരത്തിൽ ജനങ്ങളെത്തിയ ഒരു സർക്കാർ 18 മാസത്തെ കുടിശ്ശിക പെൻഷൻ കൊടുത്ത് തീർത്ത് ശേഷം ഇപ്പോൾ 2000 രൂപയാണ് മുടങ്ങാതെ 62 ലക്ഷം ആളുകളുടെ കയ്യിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം 21 ലക്ഷം ആളുകൾക്ക് മാത്രമേ UDF കൊടുത്തിരുന്നുള്ളൂ. അതുപോലും കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയാതിരുന്ന ഒരു കോൺഗ്രസ് ആണ് ഇപ്പോൾ പറയുന്നത് 3000 രൂപ വെച്ച് ഞങ്ങൾ നൽകുമെന്ന്. കോൺഗ്രസ് എവിടെയൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ കോമഡിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രഖ്യാപനം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രത്യേക നേക്കാണെന്ന് പറയാതെ വയ്യ. എന്തായാലും
വി ഡി സതീശന്റെ കാര്യവും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയണം. വി ഡി സതീശന്റെ പുതിയുഗ യാത്ര അവസാനിക്കുമ്പോൾ സതീശന്റെ കാര്യവും അവതാളത്തിലാണ്. വി ഡി സതീശന്റെ മണ്ഡലമായിട്ടുള്ള പറവൂരിൽ കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കമാണ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ളത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ തന്നെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായിട്ട് മുതിർന്ന നേതാവും മുൻ നഗരസഭാ വൈസ് ചെയർമാനുമായ MJ രാജു രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്ത കേട്ട മട്ടേന്നടിക്കുന്നില്ല. കനകോലുവിന്റെ തുട്ടിന് മുമ്പിൽ അന്തിച്ചർച്ച നടത്താൻ തോന്നുന്നുമില്ല. മണ്ഡലത്തിൽ രാഷ്ട്രീയ പോര് വലിയ രീതിയിൽ തന്നെ മുറുകുകയാണ്. നിലവിൽ DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന രാജു സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് അടക്കമുള്ള ഉന്നത നേതൃത്വത്തിന് കത്ത് നൽകി കഴിഞ്ഞു. ഔദ്യോഗിക നേതൃത്വവുമായി കുറച്ചുനാളായി അകൽച്ചയിലുള്ള പറവൂരിലെ 17ഓളം പ്രമുഖ പ്രാദേശിക നേതാക്കളുടെ പിന്തുണയും രാജുവിനുണ്ട് എന്നതും സതീശനെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇവർ എല്ലാവരും ചേർന്ന് ഒപ്പിട്ട കത്താണ് നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. വി ഡി സതീശന്റെ കോട്ടയായി അറിയപ്പെടുന്ന പറവൂരിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു വെല്ലുവിളി ഉയരുന്നത് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സീറ്റ് നൽകാൻ പാർട്ടി തയ്യാറല്ലെങ്കിൽ പറവൂരിൽ വിമതനായി മത്സരിക്കുമെന്ന കർശന നിലപാടിലാണ് MJ രാജു. അങ്ങനെ വലുത് മത്സരിച്ചാൽ സതീശന്റെ പരാജയം ഉറപ്പാണ്. ഇതോടെ വി ഡി സതീശനെ സ്വന്തം തട്ടകത്തിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയും ആ പൊട്ടിത്തെറി കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിനകത്തു നിന്നുള്ള ഒരു വ്യക്തി തന്നെ ഒരു ജനകീയനായിട്ടുള്ള ഒരാൾ തന്നെ അവിടെ ജനവിധി തേടുന്ന സാഹചര്യം ഉണ്ടായാൽ പറവൂർ സതീശ കണ്ടറിയണം നിങ്ങളുടെ അവസ്ഥ. ഇനി പറവൂര് മാറി സതീശനെ എവിടെയെങ്കിലും മത്സരിച്ചാലോ തീർന്നു, പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധിയെ തേച്ചൊട്ടിച്ച് ഭിത്തിയിലാക്കിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് MP-യും എക്സിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന അജണ്ട മാത്രമേ ഉള്ളൂവെന്നാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP എക്സിൽ കുറിച്ചത്. EDയുടെയോ CBIയുടെയോ അറസ്റ്റ് ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി എന്താണ് ചെയ്തതെന്ന് മാത്രം രാഹുൽ വ്യക്തമാക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ഉന്നയിക്കുന്ന അതേ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നും അദ്ദേഹം അതിൽ വ്യക്തമായി എഴുതുന്നുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന്റെ സ്ക്രിപ്റ്റ് ആകാമെന്ന് ബ്രിട്ടാസ് ആ എക്സിലെ കുറിപ്പിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. നാഷണൽ ഹെറാൾഡ് പോലെയുള്ള കേസുകളിൽ മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് വിധേയനായ ആളാണ് ഈ രാഹുൽ ഗാന്ധി. അങ്ങനെ ഒരാളാണ് വീമ്പിളക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. BJP നേതൃത്വവുമായുള്ള അവിശുദ്ധ ബന്ധം മൂലമാണോ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ബ്രിട്ടാസ് ആഞ്ഞടിക്കുന്നുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഭർത്താവിനെതിരായ കേസുകൾ അപ്രത്യക്ഷമായത് എങ്ങനെയാണെന്നും ആ രഹസ്യം എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. BJPക്ക് ഭീമമായ തുക ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന ചെയ്തത് കൊണ്ടാണോ ക്ലീൻ ചീറ്റ് ലഭിച്ചത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കേജ്രിവാളിനെതിരെ മദ്യനയ അഴിമതി കേസ് കെട്ടിച്ചമയ്ക്കാൻ കോൺഗ്രസും BJPയും എങ്ങനെ ഒത്തുകളിച്ചെന്ന് എല്ലാവർക്കും അറിയാം എന്ന കാര്യം കൂടി എന്തായാലും ബ്രിട്ടാസ് രാഹുലിനെതിരെയുള്ള ഒളിയമ്പായി എഴുതുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ദില്ലിയിൽ BJPയുടെ ജയം ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അല്ലായിരുന്നോ ഇതെന്നും ബ്രിട്ടാസ് ചോദിക്കുന്നു. ഒപ്പം BJPയെ നേരിടാൻ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ എന്ന് ചോദിച്ച ബ്രിട്ടാസ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പും കാപട്യവും തുറന്നു കാട്ടപ്പെടുമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട്.